വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു മോർണിംഗ് റുട്ടീൻ കാണിക്കാം. അതായത് ഒരു പ്രൊഡക്റ്റീവ് മോർണിംഗ് റുട്ടീൻ എങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്, ഒരു ഡേ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റീവ് ആക്കുന്നതെന്ന് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ രാവിലെ എണീക്കണം. അതാണ് ഒരു വലിയ ടാസ്ക് അല്ലേ. എനിക്ക് വലിയ ടാസ്ക്കായിരുന്നു ഈ രാവിലെ എണീക്കുന്നു എന്ന് പറയുന്നത്. എനിക്ക് പൊതുവേ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു രാവിലെ എണീക്കുന്നത്. പക്ഷേ എന്നാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറണ്ടേ അല്ലേ. നമ്മൾ കുട്ടിക്കാലത്ത് നമ്മളെന്താ ഭയങ്കര വാശി പിടിച്ച് കരഞ്ഞിരുന്ന സമയമായിരുന്നു എനിക്ക് രാവിലെ എണീക്കണ്ട, എനിക്ക് സ്കൂളിൽ പോകണ്ട എന്നൊക്കെ ഉള്ളൊരു ടൈം. പക്ഷേ എന്നാൽ ഇപ്പം എന്താ, അതൊരു റെസ്പോൺസിബിലിറ്റിയാണത്. നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്നും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറുമ്പം താനെ നമുക്ക് ഇഷ്ടങ്ങളായിട്ട് മാറും. നമ്മുടെ അമ്മമാരൊക്കെ എത്രത്തോളം സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞാനിവിടെ എത്തുന്നത്. എൻ്റെ ഉമ്മ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. സോ എൻ്റെ ഉമ്മ എങ്ങനെയാണ് നോക്കിയതും ഒക്കെ ചെയ്തതും അതേപോലെ എൻ്റെ കുട്ടീസിനെയും നോക്കണം. സോ അതുകൊണ്ടാണ് എല്ലാവരും അതുപോലെയൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം. എന്നാലും ഒരു ഹാറ്റ്സ് ഓഫ് ടു എവ്രി മദേഴ്സ് അല്ലേ. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടായിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ എനിക്കൊരു എനർജി കിട്ടത്തുള്ളൂ. സോ ടീ ഒന്നും അങ്ങനെ കുടിക്കത്തില്ല, അതൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്, ഒരു 4 months ഒഴിവാക്കിയിട്ട്. അങ്ങനെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടിയപ്പമാണ്. കുറച്ചും കൂടി കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ രാത്രിയും കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇടിയപ്പം ആകുമ്പം കുറച്ചും കൂടി കൂടുതലെടുക്കും. കാരണം എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് എല്ലാവർക്കും. നൂല് പോലെ ഇരിക്കുന്നത് കൊണ്ട് നൂഡിൽസ് പോലെ ഇരിക്കത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇടിയപ്പം. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് കൊടുത്തു വിട്ടത് റഫല്ലോയും മിച്ചർ മിഠായിയാണ് കൊടുത്തു വിട്ടത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഞങ്ങൾ എന്തെങ്കിലും, അതായത് ഇപ്പം ഞാനൊരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കത്തില്ല. ഇപ്പം സാധാരണ അപ്പം ചുടുകയാണ് ചെയ്യുന്നത്. അപ്പത്തിൻ്റെ മാവ് ഇല്ലാത്തത് കൊണ്ടാണ് ഇടിയപ്പം ചുടും. സോ അപ്പത്തിൻ്റെ മാവ് ചുട്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ വേറെ എന്തെങ്കിലും നമുക്ക് കൈകൊണ്ട് അത് അവിടെ വേവുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ടൈം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലത്. സോ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ എന്തെങ്കിലും തോരൻ അരിയാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം രാത്രി സമയമുണ്ടെങ്കിൽ രാത്രി അരിഞ്ഞു വെക്കും. ഇല്ലെങ്കിൽ ആ ടൈമിൽ, അതായത് ആ അപ്പം ചൂടുന്ന ടൈമിൽ അല്ലെങ്കിൽ ദോശ ചൂടുന്ന ടൈമിലായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ തോരനൊക്കെ അരിയുന്നത്. സോ അപ്പം വേറൊരു സൈഡിൽ എൻ്റെ ഇത്തയുണ്ട്. അതായത് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാട്ടോ ഷെയർ ചെയ്ത് ജോലിയൊക്കെ ചെയ്യുന്നത്. ഞാനിപ്പം അപ്പോൾ ദോശ ചുടുവാണെങ്കിൽ മറ്റേ സൈഡിൽ ഇത്ത എന്ത് ചെയ്യും, കറിയൊക്കെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ആട്ടോ ഞങ്ങൾ നല്ല ഷെയറൊക്കെ ചെയ്തിട്ടാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. പിന്നെ കുറച്ചൊരു ടൈമൊക്കെ കഴിയുമ്പോഴായിരിക്കും, അതായത് നേരം വെളുത്തൊക്കെ വന്നിട്ടായിരിക്കും മിട്ടുവിനൊക്കെ ഫുഡ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇന്ന് കൊടുത്തത് സീഡ്സ് ആയിരുന്നു കേട്ടോ. രാവിലെ തന്നെ സൈറൺ വരും, അവിടെ നിന്ന് ഇങ്ങനെ കോളിംഗ് ബെല്ല് അടിക്കും. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ, അതായത് കുട്ടികളെ സ്കൂളിലാക്കുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും ഞാൻ ഫുഡ് ഇട്ട് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ വെളുപ്പിനെ തന്നെ ഇട്ട് കൊടുക്കും. ഒന്ന് നേരം വെളുത്ത് കഴിയുമ്പോൾ തന്നെ ഫുഡ് ഇട്ട് കൊടുക്കും. സോ അതിന് മുന്നേ തന്നെ കോളിംഗ് ബെല്ല് പോയാൽ ഇങ്ങനെ വിളിക്കും കേട്ടോ, ഇങ്ങനെ എനിക്ക് ഫുഡ് തീർന്നു എന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് ഓടി ചെന്നിട്ട് അവർക്കുള്ള ഫുഡൊക്കെ ആക്കി അവിടെ വെച്ചിട്ടാണ് ഞാൻ കിച്ചണിലോട്ട് വീണ്ടും പോയത്. അങ്ങനെ തോരനൊക്കെ അരിഞ്ഞിട്ടുള്ളതെല്ലാം സെറ്റായി. ഞാൻ എന്ത് ചെയ്തു, തോരനൊന്ന് അടുപ്പിലാക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് ഗ്യാസിൽ വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത് അവിടെ ഒരു സൈഡിലാകും. പിന്നെ ഇടിയപ്പം ചെയ്യാനുണ്ട്. എനിക്ക് ഇടിയപ്പം പീച്ചുന്നത് വലിയ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതിരുന്ന് കുറേ നേരം പീച്ചണ്ടേ. അപ്പോൾ അതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ തിന്നാൻ എനിക്കിഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇടിയപ്പം. പക്ഷെ എന്നാൽ പീച്ചാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ്. ചൂടൊന്ന് പോയി കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ ചൂട് നല്ല ചൂടല്ല, കൈ പൊള്ളും. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഞാൻ അതിൻ്റെ ചൂടൊക്കെ ഒരുവിധമൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ തുടത്തുള്ളൂ. അപ്പോൾ അതുവരെ അവിടെ ചൂടാറുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ അവിടെ വെച്ചേക്കുന്നത്. ചിലവർക്ക് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ഇങ്ങനെ മാവ് കുഴയ്ക്കുന്നത് കാണാം. പക്ഷെ എനിക്ക് പറ്റില്ല. പിന്നെ ഇതെല്ലാം എന്താ പറയുക, ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷനാണ് കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് ചോറൊന്നും കൊടുത്തു വിടണ്ട, സ്നാക്സ് മാത്രം കൊടുത്തു വിട്ടാൽ മതി. അപ്പം ചോറ് വേണ്ടായിരുന്നു. അവിടെ ബിരിയാണിയും കേക്കും അങ്ങനെയൊക്കെ കുറേ സെലിബ്രേഷൻ അല്ലേ, അപ്പം പിന്നെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. കുട്ടീസിനെ വിളിക്കുന്നത് ഒരു 7:30 ആവും. 7:15 7:30 കുട്ടീസിനെ വിളിക്കുന്നത്.
അവർ ആ ടൈമിലൊക്കെ ഭയങ്കര ബഹളമായിരിക്കും, എണീക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. ഇത്രയും നേരം എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി നേരത്തെ ഉറങ്ങാനൊക്കെ പറയും, പക്ഷെ എന്നാലും ഉറങ്ങില്ല. അങ്ങനെ അവർ ബ്രഷ് ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോയി. അപ്പം ഈ ലാസ്റ്റ് മാവ്, അതായത് തേങ്ങ എന്ത് ചെയ്യുമെന്നറിയോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പഞ്ചസാര ഇട്ടിട്ട് തേങ്ങ ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ അകത്തിട്ടിട്ട് കൊളക്കട്ട എന്ന് പറയും നമ്മളിവിടെ. അപ്പോൾ നിങ്ങളവിടെ എന്താ പറയുന്നതെന്ന് പറയണേ. അങ്ങനെ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് റെഡ് ഉടുപ്പൊക്കെ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ഔട്ട്ഫിറ്റ് ഐഷുവിൻ്റെ. ചെറുതായി, പക്ഷെ എന്നാലും എന്താ ഭയങ്കര ക്യൂട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ്. ഓരോ പ്രാവശ്യം അതിടുമ്പം എൻ്റെ ഐഷു നല്ലോണം എന്താ പറയുക, ഷീസ് ഗ്രോയിങ്, അവൾ വളരുകയാണെന്നുള്ള എന്താ ഒരു സങ്കടമുണ്ട്. എന്നും കുഞ്ഞിക്കുട്ടിയാണെന്നുള്ള ഇതാണ്, എന്നും കുഞ്ഞുമോള് തന്നെയാണ് അവൾ എനിക്ക്. പക്ഷെ എന്നാലും ആ ഒരു ഡ്രസ്സൊക്കെ ഇടുമ്പം പൊക്കം വെച്ചതുപോലെ അവൾ വളരുന്നുണ്ടെന്നുള്ള ഒരു സാഡ്നെസ് ഉണ്ട്. അത് കഴിഞ്ഞ് കുട്ടികളെ സ്കൂൾ ബസ്സിലാക്കിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു. നല്ല വിശപ്പുണ്ടാവും കേട്ടോ ആ സമയത്ത്. അങ്ങനെ ഒരു 8:45 ആകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കഴിയും. ഞാൻ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വർക്കിന് കയറുന്നത്. അങ്ങനെ 9:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 9:30 തന്നെ ഒരു കോളൊക്കെ ഉണ്ടാകും, ഗ്രൂപ്പ് കോൾ ഉണ്ടാകും. അതെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഞാൻ വർക്കിന് കയറും. എനിക്ക് ഇത്രയും വരെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നൊരു ദിവസം ഞാനൊരു ഡേ ഇൻ ലൈഫ് ഫുള്ളായിട്ട് എടുക്കും. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.